പുഡിംഗ് എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. മാത്രമല്ല എത്ര വേണമെങ്കിലും നമുക്ക് വെറൈറ്റി ഓഫ് പുഡിങ്സ് ഉണ്ടാക്കാനും സാധിക്കും. അത് ഇഷ്ടവുമാണ് നമ്മളുടെ വീട്ടമ്മമാർക്ക്. എന്തായാലും എല്ലാ വീട്ടമ്മമാർക്കുമായിട്ട് ഞാനൊരു സ്പെഷ്യൽ പുഡിംഗ് ആണ് അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത്. ഇത് സാധാരണ നമ്മൾ പറയില്ലേ അത്തിപ്പഴം അഥവാ ഫിഗ്സ്, ഇപ്പം നമ്മളുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നൊരു കാര്യമാണ്. ഈ നല്ലൊരു കോമ്പിനേഷനാണ് അത്തിപ്പഴവും ഹണി എന്ന് പറയുമ്പോൾ തേൻ. അപ്പോൾ ഫിഗ് ആൻഡ് ഹണി ഐസ്ക്രീംസ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഫ്ലേവേഴ്സാണ്, പലതരം ഫ്ലേവറിലുള്ള ഐസ്ക്രീം പല രീതിയിൽ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ അത് തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് ഫിഗ് ആൻഡ് ഹണി എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ്. അത് വെച്ചിട്ട് നമുക്കൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ? അത്തിപ്പഴവും തേനും കൊണ്ടുള്ളൊരു പുഡിംഗ്, ഫിഗ് ആൻഡ് ഹണി പുഡിംഗ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിഗ് ആൻഡ് ഹണി ഐസ്ക്രീം. ഫിഗ്സ് അഥവാ അത്തിപ്പഴം 150 ഗ്രാം, ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്. വെള്ളം 1.5 കപ്പ്, പശുവിൻ പാൽ 1/2 ലിറ്റർ, മിൽക്ക് മെയ്ഡ് 1 ടിൻ, ഫ്രഷ് ക്രീം 1 കപ്പ്, തേൻ 2 ടേബിൾ സ്പൂൺ, ജലറ്റിൻ 2 ടേബിൾ സ്പൂൺ, ജലറ്റിൻ കുതിരാൻ ആവശ്യമായ തണുത്ത വെള്ളം 1/4 കപ്പ്. അപ്പോൾ നമ്മളുടെ ഫിഗ് ആൻഡ് ഹണി പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. തുടങ്ങാം നമുക്ക്. അതായത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ അത്തിപ്പഴം, ഫിഗ്സ് എന്ന് പറഞ്ഞാൽ അത്തിപ്പഴമാണ്. ഉണങ്ങിയ കുറച്ച് ഡ്രൈഡ് ആയിട്ടുള്ള ഫിഗ്സ് വാങ്ങാൻ കിട്ടും. ഇങ്ങനെ മാല പോലെ അത് കോർത്താണ് വെച്ചിരിക്കുന്നത്, ചെറിയ ചെറിയ ഡിസ്ക് മാതിരി. അത് ചോദിച്ചാൽ മതി. ഇങ്ങനത്തെ എന്താ പറയുക കേക്ക്സിൻ്റെ ഒക്കെ ഇൻഗ്രീഡിയൻസ് കിട്ടുന്ന കടകളിൽ ചോദിച്ചാൽ അവർ തരും അത്തിപ്പഴം. അത് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഒരു പാത്രത്തിലേക്ക് ഏതാണ്ട് ഈ കഷ്ണങ്ങളാക്കിയ ഫിഗ്സ് അതിനകത്തേക്ക് ഇടുക, അല്ലെങ്കിൽ അത്തിപ്പഴം അതിനകത്തേക്ക് മാറ്റിയിട്ട് അതിൻ്റെ കൂടെ ഏകദേശം 1-1.5 കപ്പോളം വെള്ളം നോക്കിയിട്ട്, ഇത് വേകാൻ ആവശ്യമായ വെള്ളം ഒന്ന് വേവിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതൊരു കാര്യം. ഒരല്പം സമയം, ഒരു 10 മിനിറ്റ് സമയം വേവിച്ചാൽ മതി, അത് സോഫ്റ്റ് ആകും. ആ സമയം കൊണ്ട് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം. 2 ടേബിൾ സ്പൂൺ ജലറ്റിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് തണുത്ത വെള്ളം, ഐസ് വാട്ടർ ഇളക്കി കുതിരാനായിട്ട് മാറ്റി വയ്ക്കും. 1/4 മുതൽ 1/2 കപ്പ് വരെ ആകാം, കുഴപ്പമില്ല. കുതിരാൻ ആവശ്യമായ വെള്ളം. ഇതൊരു സൈഡിലിരിക്കട്ടെ, കുതിർന്ന് റെഡിയായിരിക്കും. ഇപ്പോൾ നമ്മളുടെ ഫിഗ്സ് അഥവാ അത്തിപ്പഴം പാകത്തിന് വെന്തിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് ഒരു 1.5 കപ്പ് 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത്. 1.5 മുതൽ 2 കപ്പ് വെള്ളം വേണ്ടി വരും. അപ്പോൾ ഇതിനി അടുത്ത് എന്താ ചെയ്യേണ്ടത്, ഇനി കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നന്നായിട്ടൊന്ന് തണുപ്പിക്കുക. കൂളായി കഴിഞ്ഞിട്ട്, ഈ ചൂട് പോയി കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. മിക്സി ഉപയോഗിച്ചിട്ട് പ്യൂറി ചെയ്തെടുക്കണം, നന്നായിട്ട് പേസ്റ്റി ആയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ ഈ 1/2 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പാലും കൂടി ചേർത്തിട്ടാണ് ആവശ്യാനുസരണം ഒഴിച്ചൊഴിച്ച് അരച്ചെടുക്കും. അപ്പോൾ ആ പാലും കൂടി ചേർന്ന് അതൊരു ലൂസാക്കി എടുക്കണം. അപ്പോൾ നമ്മളുടെ ഫിഗ്സിനെ നമുക്ക് തണുക്കാനായിട്ട് മാറ്റാം. എന്നിട്ട് ഞാനിത് അരച്ചിട്ട് ഇത് എങ്ങനെയാണ് ആ പ്രോഡക്റ്റ് എന്ന് കാണാം. അങ്ങനെ നമ്മൾ വേവിച്ചെടുത്ത ഫിഗ്സും 1/2 ലിറ്റർ പാലും കൂടി ചേർത്ത്, ഏതാണ്ട് 150 ഗ്രാം ഫിഗ്സ് ആയിരുന്നു, അത്തിപ്പഴമായിരുന്നു.
ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. എൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കയറുകയാണ്. നമുക്ക് തവി ഒന്ന് മാറ്റാം. ഇനി എന്താണ്, ഫിഗ് ആൻഡ് ഹണി അല്ലേ, അപ്പോൾ ഹണി വേണ്ടേ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തേൻ, നല്ല ശുദ്ധമായ തേൻ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. ഫിഗ്സും ഹണിയും നല്ല കോമ്പിനേഷനാണ്, രണ്ടും പരസ്പര പൂരിതങ്ങളാണെന്ന് പറയാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയി. പിന്നെ എന്താണ് ഒരു കാര്യം ചേർക്കാനുള്ളത്, ഇതിനൊരു ബൈൻഡിങ് ഏജൻറ്റ് വേണ്ടേ, അതിനെ ഹോൾഡ് ചെയ്യാനായിട്ട്, അതിനൊരു ഷേപ്പ് കൊടുക്കുന്നതിന് എന്താ വേണ്ടത്, അതിനാണ് നമ്മളിവിടെ ജെലറ്റിൻ കുതിർത്തത് ചേർക്കാവുന്നത്. അപ്പോൾ ജെലറ്റിൻ കുതിർത്തത് ഞാൻ ആ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ തന്നെ വെച്ചിരിക്കുമായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ ജെലറ്റിൻ, ഏതാണ്ട് 1/4 മുതൽ 1/2 കപ്പ് തണുത്ത വെള്ളത്തിൽ കുതിർത്ത് ഡബിൾ ബോയിലിംഗ് സ്റ്റൈലിൽ ഉരുക്കിയെടുത്തു. ഇനി നന്നായിട്ട് യോജിപ്പിക്കുക. ജെലറ്റിൻ ഈ പുഡിങ്ങിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ ഈ ബാറ്ററിൻ്റെ കൂടെ മിക്സ് ആവും. ഇനി വേറൊന്നും ചെയ്യില്ല, പുഡിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ പുഡിംഗ് ഡിഷിലേക്ക് മാറ്റിക്കഴിഞ്ഞു അതിൻ്റെ ബാറ്റർ. ഇനി നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക സെറ്റാകാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് സെറ്റാകാൻ ഫ്രീസറിൽ ആദ്യത്തെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വെച്ചേക്കുക. അപ്പോൾ ഒന്ന് ഉറയ്ക്കും, പിന്നെ താഴത്തെ ഭാഗത്തേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റും. അങ്ങനെ നമ്മളുടെ ഫിഗ് ആൻഡ് ഹണി പുഡിങ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു, സെറ്റായി കഴിഞ്ഞു. അത് നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. എങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ലതായിട്ട് ഉറച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ആ ടെക്സ്ചർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇത് ഇപ്പോൾ റെക്റ്റാങ്കിളോ സ്ക്വയറോ എങ്ങനെ വേണ്ടേ അതുപോലെ കട്ട് ചെയ്തിട്ട് വിളമ്പാവുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ അലങ്കാരത്തിൻ്റെ ആവശ്യമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഹണി ഒഴിച്ചിട്ട് കൊടുത്താൽ മതി. നല്ല ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. എന്തായാലും കാണാനും ഒരു കോഫി കളറിലെ ഒരു പുഡിങ്ങാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും.